രവാഡ എ ചന്ദ്രശേഖറെ DGP ആക്കിയ നിയമനത്തെ ന്യായീകരിച്ച മുതിർന്ന CPM നേതാവ് MV ജയരാജൻ രംഗത്ത് വന്നു. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കാരണക്കാരൻ രവാഡ ചന്ദ്രശേഖർ അല്ല. വെടിവയ്പ്പിൽ രവാഡ ചന്ദ്രശേഖരന്റെ പങ്കില്ലെന്ന് തെളിഞ്ഞതാണ്. ഇപ്പോൾ കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ദുരുദ്ദേശത്തോടെയെന്നും MV ജയരാജൻ. ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാത്തിചാർജിന് തുടക്കമിട്ടതെന്നും മറിച്ച് മന്ത്രിയുടെ എസ്കോർട്ടിലുള്ള DYSP ആണ് ലാത്തിചാർജിന് തുടക്കമിട്ടതും എന്നുമാണ് തെളിവുകൾ കാണുന്നത്. രവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ഒരാളെ DGP ആക്കിയതിനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത്. അത് സതുദ്ദേശത്തിലല്ല. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, പറയൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് കേസിന്റെ മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാൻ നയനാർ സർക്കാർ 97-ൽ നിയമിച്ച പത്മനാഭൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവർ സമർപ്പിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് MV ജയരാജൻ ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. അന്ന് കൂത്തുപറമ്പ് സമരത്തിന്റെ ഭാഗം കൂടിയായിരുന്നു MV ജയരാജൻ. ഈ റവാഡയ്ക്ക് കേസുമായി ബന്ധമില്ല, അന്ന് വെടിവെപ്പിന്റെ ഉത്തരവാദി രവാഡ ചന്ദ്രശേഖർ അല്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് MV ജയരാജൻ. അന്ന് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് ആലപ്പുഴയിൽ നടത്തിയ CPM നടത്തിയൊരു പരിപാടിയിലെ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. രവാഡ ചന്ദ്രശേഖരൻ MV രാഘവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന ആ റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അന്ന് പരാതിക്കാർ, ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരും അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നില്ല. MV രാഘവനെ എപ്പോഴെങ്കിലും കണ്ടതായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നില്ല, ഒന്നും അന്നും കണ്ടെത്തിയിരുന്നില്ല എന്നും MV ജയരാജൻ പറയുന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ വിവാദം ഉയർത്തുന്നത് സതുദ്ദേശപരമല്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിനോട് ചേർത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന DYSP K പത്മകുമാർ കഴിഞ്ഞ മാസമാണ് വിരമിച്ചത്. അന്നും ഈ കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും ചെയ്തതാണ്. K പത്മകുമാറിനെ അദ്ദേഹം വിരമിച്ചത് DGP റാങ്കിലാണ് എന്നുള്ളതും DGP കേഡറായാണ് വിരമിച്ചത്. അന്നില്ലാത്ത വിവാദം എന്തിനാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം കൂടി MV ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി ചോദിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഉയർന്ന വിവാദങ്ങൾക്കൊക്കെ അന്ന് സമരത്തിൽ പങ്കെടുത്ത ഒരാൾ CPMന്റെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പാർട്ടി വേദികളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. SK